ഹായ് എവ്രിബഡി. തെർമോഡൈനാമിക്സ് ഒരുപാട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവുന്ന ഒരു ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ കൃത്യമായി ലെക്ചർ ഫോളോ ചെയ്യുക, അതിനോടൊപ്പം തന്നെ നമ്മൾ സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും അപ്പം സോൾവ് ചെയ്ത് പോവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല ഈ ചാപ്റ്ററുമായി റിലേറ്റഡ് ആയിട്ട്. എന്തായാലും നമുക്ക് സെഷനിലേക്ക് പോവാം. തെർമോഡൈനാമിക്സ് ആക്ച്വലി എന്താണ് തെർമോഡൈനാമിക്സ്? നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം കേട്ടോ. നമ്മൾ ബേസിക്സ് മുതൽ സംസാരിച്ച് തുടങ്ങുകയാണ്. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ്, അല്ലേ? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് which deals with എന്താണ് തെർമോഡൈനാമിക്സിൽ ആക്ച്വലി ഡീൽ ചെയ്യുന്നത്? ഡീൽസ് വിത്ത് ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് which deals with yes, heat and energy, sorry, heat or energy and their interconversions okay, interconversions. ഇപ്പോൾ തെർമോ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഹീറ്റുമായി റിലേറ്റഡ് ആയിട്ട്. ഹീറ്റ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? എനർജി ഉണ്ടാവും. അപ്പോൾ ഇവരുടെ ഇന്റർ കൺവേർഷൻസ് ഒക്കെ പറയുന്ന ഒരു പെർട്ടിക്കുലർ ബ്രാഞ്ച് ആണ് നമ്മുടെ തെർമോഡൈനാമിക്സ്. ആൻഡ് തെർമോഡൈനാമിക്സ് ആക്ച്വലി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിനാണ് കേട്ടോ. മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിനാണ്. നമ്മൾ മൈക്രോസ്കോപ്പിക് ആയിട്ട് അങ്ങനെ സംസാരിക്കുന്നില്ല. നമ്മൾ എന്തായിരിക്കും? മാക്രോസ്കോപ്പിക് ആയിട്ടായിരിക്കും കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, FLOT എന്ന് വിളിക്കും. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് പറയണം. പിന്നെ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് പറയണം. ആൻഡ് ഫൈനലി നമ്മൾ തെർമോ കെമിസ്ട്രിയെ പറ്റിയും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പറയുന്നതിന് മുൻപായി, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഒക്കെ പറയുന്നതിന് മുൻപായി നമുക്ക് കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ആദ്യത്തെ കാര്യം ഞാൻ പറയും, സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ അറിയണം. ഓക്കെ, സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. അപ്പോൾ നോക്കിക്കോളെ. യെസ്, അപ്പോൾ സിംപ്ലി ഞാൻ പറയും, അതായത് ലെറ്റ്സ് സേ ഞാനൊരു ടീ കപ്പ് എടുക്കുന്നു. ഓക്കെ, ഞാനൊരു കപ്പിൽ എന്ത് ചെയ്യാണ്? ദിസ് ഇസ് മൈ കപ്പ്. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ചായ ഒഴിച്ചു വച്ചിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കൂ. അപ്പോൾ ബേസിക്കലി ഇതാണ് എൻ്റെ സിസ്റ്റം. സിസ്റ്റത്തിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. പാർട്ട് ഓഫ് യൂണിവേഴ്സ്, നോക്കിക്കോളെ, ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക. പാർട്ട് ഓഫ് യൂണിവേഴ്സ് where the observations are made. Part of universe where the observations are made. അതായത് ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കെമിസ്ട്രിയിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കും, അല്ലേ? ഇതിൻ്റെ വോളിയം, ഗ്യാസ് ആണെങ്കിൽ വോളിയം, പ്രഷർ, ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ എവിടെയാണോ നമ്മൾ ഒബ്സർവേഷൻ നടത്തുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇനി സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ സറൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഈ കപ്പിന് പുറത്തുള്ളതൊക്കെ എന്തായിരിക്കും? നമ്മുടെ സറൗണ്ടിങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, അല്ലേ? അപ്പോൾ നമ്മൾ പറയും പാർട്ട് ഓഫ് യൂണിവേഴ്സ്, അതായത് സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുഴുവനായിട്ടും. പാർട്ട് ഓഫ് യൂണിവേഴ്സ് അതർ ദാൻ സിസ്റ്റം ഇസ് കോൾഡ് വാട്ട്? സറൗണ്ടിങ്സ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ പറയുകയാണ് യൂണിവേഴ്സ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോൾ സിസ്റ്റവും സറൗണ്ടിങ്ങും ഞാൻ ആഡ് ചെയ്യുകയാണെങ്കിലോ, സിസ്റ്റം പ്ലസ് സറൗണ്ടിങ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ സിസ്റ്റം പ്ലസ് സറൗണ്ടിങ് ഇസ് ഈക്വൽ ടു എന്ത് വരും? യൂണിവേഴ്സ് എന്ന് വരും. കാരണം സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എവിടെയാണോ ഒബ്സർവേഷൻസ് മേക്ക് ചെയ്യുന്നത്, കോൺസെൻട്രേഷൻ, പ്രഷർ, ഇതൊക്കെ എൻ്റെ ഒബ്സർവേഷൻസ് ആണ്, അല്ലേ? അതിനെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ പുറത്തുള്ളതൊക്കെ എന്താണ്? സറൗണ്ടിങ് ആണ്. അപ്പോൾ സിസ്റ്റം പ്ലസ് സറൗണ്ടിങ് ഇസ് ഈക്വൽ ടു വാട്ട്? യൂണിവേഴ്സ്. ക്ലിയർ? ഇനി ഈ സിസ്റ്റത്തിനെയും സറൗണ്ടിങ്ങിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സർഫസ് ഉണ്ടാവുമല്ലോ. ഈ സർഫസിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? യെസ്, ബൗണ്ടറി എന്ന് ഞാൻ വിളിക്കുന്നത്. വാട്ട് ഇസ് ഇറ്റ്? ബൗണ്ടറി. ഓക്കെ, the surface which separates what? Which separates system and surrounding is called what? Is called a boundary. അതായത് ഇവിടെ ഞാൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഞാനൊരു ലിഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ലിഡ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സിസ്റ്റം ഒബ്സർവേഷൻ മെയ്ഡ് ചെയ്യുന്നത് ഈ ടീ കപ്പിലാണ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എന്താണ്? സറൗണ്ടിങ് ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് എന്താണ്? യെസ്, ഈ ടീ കപ്പും അതേപോലെ തന്നെ ഈ ലിഡുമാണ്, അല്ലേ?
യെസ്. അപ്പോൾ അതാണ് ഞാനിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദ സർഫസ് വിച്ച് സെപ്പറേറ്റ് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ഇസ് കോൾഡ് വാട്ട്? ബൗണ്ടറി. ബൗണ്ടറിയെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? റിയൽ ബൗണ്ടറി എന്നും അതേപോലെ തന്നെ ഇമാജിനറി ബൗണ്ടറി എന്നും. ഇമാജിനറി ബൗണ്ടറി. ഇമാജിനറി ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് ഞാൻ ഇങ്ങനെ കൺസിഡർ ചെയ്യുകയാണ്. അതായത് ഇതൊരു റൂമാണെന്ന് വിചാരിക്കുക. ഇവിടെ എന്താണ്? ഓപ്പൺ സ്പേസ് ആണ്. അപ്പം ഞാൻ എൻ്റെ ഒബ്സർവേഷൻസ് മെയ്ഡ് ചെയ്യുന്നത് എന്താണ്? ഈ ഒരു പർട്ടിക്കുലർ സ്പേസിലാണ്. ഓക്കെ, ഇതാണ് എൻ്റെ സിസ്റ്റം. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതൊക്കെ എന്താണ്? ഈ പുറത്തൊക്കെ എന്താണ്? സറൗണ്ടിങ്സ് ആണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി എവിടെയാണ് ബൗണ്ടറി? ബൗണ്ടറി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് ചോദിച്ചാൽ എന്താണ്? ഇല്ല. കാരണം ഇതാണ് എൻ്റെ സിസ്റ്റം അല്ലേ? അപ്പോൾ ഇവിടെ എന്തുണ്ട്? യെസ്, ഇവിടെ ഒരു ഇമാജിനറി ബൗണ്ടറി ഉണ്ട്. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? ലെറ്റ്സ് സേ ഇതേ കാര്യം ഇവിടെ ഇവിടെ എന്താണ്? ഇതാണ് എൻ്റെ ബൗണ്ടറി. ഇവിടെ ഇപ്പം എന്താണ്? റിയൽ ബൗണ്ടറിയാണ്. അതേസമയം ഇത് ഓപ്പൺ ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇമാജിനറി ബൗണ്ടറി ആയിരിക്കും. ജസ്റ്റ് കാര്യം മനസ്സിലാക്കാം കേട്ടോ. ഇനി ഈ റിയൽ ബൗണ്ടറിയെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? റിജിഡ് ബൗണ്ടറി എന്നും, റിയൽ ബൗണ്ടറിയെ നമുക്ക് എന്ത് ചെയ്യാം? റിജിഡ് എന്നും, പിന്നെന്തും? യെസ്, ഫ്ലെക്സിബിൾ ബൗണ്ടറി എന്നൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഈ റിജിഡിനെ തന്നെ പിന്നെയും നമുക്ക് എന്ത് ചെയ്യാം? കണ്ടക്റ്റിംഗ് ആൻഡ് നോൺ കണ്ടക്റ്റിംഗ് എന്നൊക്കെ നമുക്ക് അതായത് കണ്ടക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? തെർമോഡൈനാമിക്സ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? ഹീറ്റിനെ കണ്ടക്ട് ചെയ്യോ ഇല്ലയോ എന്നുള്ള രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സിസ്റ്റം, സറൗണ്ടിങ്, ബൗണ്ടറി ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഒബ്സർവേഷൻസ് മെയ്ഡ് ചെയ്യുന്നത് ഇവിടെയാണ്, ഈ സിസ്റ്റത്തിലാണ്. അപ്പോൾ എത്ര ടൈപ്പ് ഓഫ് സിസ്റ്റം ഉണ്ടെന്ന് നമുക്കറിയണം. 3 ടൈപ്പ് ഓഫ് സിസ്റ്റമാണ് നമ്മുടെ തെർമോഡൈനാമിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. അപ്പോൾ എന്താണ് ഓപ്പൺ സിസ്റ്റം? ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ ടീ കപ്പ് എടുക്കുക. ഞാനൊരു ടീ, ദിസ് ഇസ് എ ടീ കപ്പ്. ഓക്കെ, ഞാനിവിടെ ചായ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ദിസ് ഇസ് മൈ ടീ കപ്പ്. ഓക്കെ, അപ്പോൾ ഞാനിത് ജസ്റ്റ് കുറച്ച് സമയത്തേക്ക് ഓപ്പൺ ആയിട്ട് വെച്ചിരിക്കുകയാണ്. അതായത് ലിഡ് വെച്ചിട്ടില്ല കേട്ടോ, ഓപ്പൺ ആയിട്ട് വെച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിൻ്റെ ഹീറ്റ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യല്ലോ. ചൂട് അതേപോലെ ഉണ്ടാവുമോ? ചൂട് കുറയും അല്ലേ? അതേപോലെ തന്നെ ഇവിടെ എന്ത് നടക്കും? ഇവാപ്പറേഷനും നടക്കും അല്ലേ? സൺലൈറ്റിലാണ് വെക്കുന്നതെങ്കിൽ ഇവാപ്പറേഷൻ നടക്കും. അപ്പം ഞാൻ പറയും ഓപ്പൺ സിസ്റ്റത്തിനെ ഞാൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യും: സിസ്റ്റം ഇൻ വിച്ച് എക്സ്ചേഞ്ച് ഓഫ്, എന്തൊക്കെയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്? എക്സ്ചേഞ്ച് ഓഫ് ബോത്ത് മാറ്റർ ആൻഡ് ഹീറ്റ്, മാറ്റർ ആൻഡ് എനർജി. ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജിയാണ്. മാറ്റർ ആൻഡ് എനർജി ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ എന്താണ്? സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓപ്പൺ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അതായത് ഹീറ്റും ട്രാൻസ്ഫർ ചെയ്യും, അതേപോലെ തന്നെ മാറ്ററും ട്രാൻസ്ഫർ ചെയ്യും. ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജിയാണ്. ഇനി രണ്ടാമത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് സിസ്റ്റമാണ്. ക്ലോസ്ഡ് സിസ്റ്റം, ഓപ്പൺ സിസ്റ്റവും ക്ലോസ് സിസ്റ്റം. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ലിഡ് വെച്ച് അടയ്ക്കുന്നു. അതായത് ഇതിനെ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ലിഡ് വെച്ച് അടച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലോ മാറ്റർ ആക്ച്വലി ട്രാൻസ്ഫർ ചെയ്യോ? ഇല്ല. സറൗണ്ടിങ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യോ? അതായത് ഇവിടെ ഇവാപ്പറേഷൻ നടക്കുമോ? ഇല്ല, കാരണം ഇവിടെ ലിഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും? യെസ്, ഇവിടെ എന്തായിരിക്കും? സിസ്റ്റം ഇൻ വിച്ച് പക്ഷേ ചൂട് കുറയത്തില്ലേ? യെസ്, ഹീറ്റ് ട്രാൻസ്ഫർ ആവും അല്ലേ? നമ്മുടെ ഒരു ലിഡ് വെച്ചിട്ട് ചായ അടച്ചു വെച്ചാൽ അതേ ചൂട് തന്നെ നിലനിൽക്കുമോ? ഇല്ല. സിസ്റ്റം ഇൻ വിച്ച് എക്സ്ചേഞ്ച് ഓഫ് എനർജി ടേക്സ് പ്ലേസ് ബട്ട് നോട്ട് മാറ്റർ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്ലോസ്ഡ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇനി മൂന്നാമത്തെ സിസ്റ്റം എന്തായിരിക്കും? യെസ്, ഐസൊലേറ്റഡ് സിസ്റ്റം. എന്താണ് ഐസൊലേറ്റഡ് സിസ്റ്റം? യെസ്, ഞാൻ പറയുകയാണ്, ഇതേ ചായ ഞാൻ എന്ത് ചെയ്യുകയാണ്? ഒരു തെർമൽ ഫ്ലാസ്കിൽ ഒഴിച്ചു വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? മാറ്റർ ഓഫ് കോഴ്സ് എന്ത് ചെയ്യത്തില്ല? ട്രാൻസ്ഫർ ചെയ്യത്തില്ല. അതേപോലെ തന്നെ ഹീറ്റും എന്ത് ചെയ്യത്തില്ല? ട്രാൻസ്ഫർ ചെയ്യത്തില്ല. യെസ്, ഓഫ് കോഴ്സ് തെർമോ ഫ്ലാസ്കിൽ വെച്ചാലും കുറച്ചൊക്കെ എന്തായിരിക്കും? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് നടക്കും. എന്നാലും ഞാൻ പറയുകയാണ്, ഐസൊലേറ്റഡ് സിസ്റ്റം, ഒരു കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ ഇവിടെ എന്ത് നടക്കത്തില്ല? ഹീറ്റും ട്രാൻസ്ഫറിങ് നടക്കത്തില്ല, അതേപോലെ മാറ്ററും ട്രാൻസ്ഫർ നടക്കത്തില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യും: ദ സിസ്റ്റം ഇൻ വിച്ച്
neither exchange of heat or matter, neither nor matter, exchange of heat nor matter takes place, no matter takes place. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസൊലേറ്റഡ് സിസ്റ്റം. അപ്പോൾ ഞാൻ ഇത്രയാണ് പറഞ്ഞിട്ടുള്ളൂ. ഓപ്പൺ സിസ്റ്റം ആണെങ്കിൽ നോക്കിക്കോളെ, ഓപ്പൺ സിസ്റ്റം ഇവിടെ ഞാൻ ഹീറ്റ് മാറ്റർ എന്ന് ഞാൻ എഴുതുകയാണ്. ഓക്കെ, ഹീറ്റ് മാറ്റർ. ഓപ്പൺ സിസ്റ്റത്തിൽ ഹീറ്റും ഉണ്ട്, മാറ്ററും എന്ത് ചെയ്യും? സറൗണ്ടിങ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യും. ക്ലോസ്ഡ് സിസ്റ്റത്തിലോ? യെസ്, ക്ലോസ്ഡ് സിസ്റ്റത്തിലാവുമ്പോൾ ഹീറ്റ് യെസ്, മാറ്റർ നോ. ഓക്കെ, ഇനി ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിലോ? ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ നൈദർ ഹീറ്റ് നോർ വോട്ട് മാറ്റർ. എക്സാമ്പിൾ ആണെങ്കിൽ തെർമോ ഫ്ലാസ്കിൽ ചായ ഒഴിച്ചു വെക്കുന്നത് എന്ത് പറയാം? നിങ്ങൾക്കൊരു ഐസൊലേറ്റഡ് സിസ്റ്റമായിട്ട് പറയാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ടൈപ്സ് ഓഫ് സിസ്റ്റംസും ക്ലിയർ ആണ്. ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം ആൻഡ് വോട്ട് ഐസൊലേറ്റഡ് സിസ്റ്റം. ഇനി കുറച്ച് കാര്യങ്ങളുള്ളത് എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഓക്കെ, സ്റ്റേറ്റ് ഫംഗ്ഷൻ, പാത്ത് ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ബേസിക് ടേംസ് ആണ്. തെർമോഡൈനാമിക്സുമായി ഡീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വേർഡ്സ് ആണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. എന്താണ് എക്സ്റ്റെൻസീവ്, എന്താണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ ചാപ്റ്ററിൽ ഉടനീളം നമ്മൾ കാണാൻ പോകുന്ന കാര്യങ്ങളാണ്. സ്റ്റേറ്റ് ഫംഗ്ഷൻ, പാത്ത് ഫംഗ്ഷനും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. നമുക്കൊരു ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ഓക്കെ, നോക്കിക്കോളെ, ഞാൻ ആദ്യം എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ those physical properties which depends on, നിങ്ങളെ which depends on വളരെ ഈസിയാണ് കേട്ടോ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. which depends on the amount of substance, substance is called what? Extensive property. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആകുമ്പോൾ ഇതുപോലെ തന്നെടാ, ഡെഫിനേഷനൊക്കെ പക്ക കോപ്പി അടിക്കാം. ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്? ഇതേപോലെ ഞാൻ കോപ്പി ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു മാറ്റം മാത്രമേ വരുത്തുന്നുള്ളൂ. എന്താണത്? വിച്ച് ഡസ് നോട്ട് ഡിപ്പെൻഡ് എന്ന് ഞാൻ എഴുതിയിരിക്കും. ഓക്കെ, അതായത് ഇവിടെ വിച്ച് ഡസ് നോട്ട്, സിംപ്ലി ഞാൻ എന്ത് ചെയ്യാണ്? യെസ്, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് ഞാൻ ഇവിടെ എഴുതുകയാണ്. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, ദോസ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വിച്ച് ഡസ് നോട്ട്, ഇവിടെ എന്ത് ചെയ്താൽ മതി? ഒരു ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കൊടുത്താൽ മതി. ഈസ് കോൾഡ് വോട്ട്? യെസ്, ഈസ് കോൾഡ്, ഇവിടെ ഞാൻ എന്ത് ചെയ്യും? യെസ്, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഇത്ര കാര്യമേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? യെസ്. ഓക്കെ, അപ്പോൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയും. ഇനി എങ്ങനെ ഇവരെ കണ്ടുപിടിക്കാം? അതിന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഒരു സിസ്റ്റം എടുക്കുക. നിങ്ങൾ ഇങ്ങനൊരു സിസ്റ്റം എടുക്കുക. ഓക്കെ, ഇങ്ങനൊരു സിസ്റ്റം എടുക്കുകയെന്ന് വിചാരിക്കുക. ഓക്കെ, എന്നിട്ട് ഈ സിസ്റ്റത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ലെറ്റ്സ് സേ ഇനീഷ്യലി ഇതിനെന്തുണ്ട്? 100 കിലോഗ്രാം ഉണ്ടെന്ന് വിചാരിക്കുക. അതേപോലെ 100 ലിറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൻ്റെ പ്രഷർ 1 ATM ആണെന്ന് വിചാരിക്കുക ഈ സിസ്റ്റത്തിൻ്റെ. അതേപോലെ തന്നെ ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ മാസ് എന്താവും? ഇത് 50 kg ആവും. ഇവിടെ എന്താവും? 50 kg ആവും. അതേപോലെ തന്നെ വോളിയം എന്താവും? വോളിയവും എന്തായിരിക്കും? ഇസ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 5 ലിറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് വരും അല്ലേ? പക്ഷേ പ്രഷർ എന്തായിരിക്കും? ഇങ്ങനെ സിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ പ്രഷർ ചേഞ്ച് ആവുമോ? ഇല്ല. ഇതെന്തായിരിക്കും? ഇത് 1 ATM തന്നെയായിരിക്കും. ഇവിടെയും എന്തായിരിക്കും? 1 ATM തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് അതേപോലെ തന്നെ ടെമ്പറേച്ചർ എന്തായിരിക്കും? 25 ഡിഗ്രി സെൽഷ്യസ് 25 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങൾ ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. നോക്കിക്കോളെ, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇവിടെ എന്ത് ചെയ്തു? എമൗണ്ട് മാറി അല്ലേ? അപ്പോൾ എന്ത് ചെയ്തു? ഇതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ വാല്യൂസും എന്ത് ചെയ്തു? മാറി. പക്ഷേ ചില പ്രോപ്പർട്ടീസ് അല്ലേ, എമൗണ്ട് മാറിയിട്ടുണ്ടെങ്കിലും ഇവരുടെ പ്രഷറും ടെമ്പറേച്ചറും ഒന്നും എന്ത് ചെയ്തിട്ടില്ല? ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഇഫ് യു ഡിവൈഡ് ദ സിസ്റ്റം ഇൻ ടു 2, ഇഫ് യു ഡിവൈഡ്
the system into two halves and the values of physical properties changes. It is called what? It is called extensive property. It is called what? Extensive property. Okay, property. Okay, any values change ആയിട്ടില്ലെങ്കിലോ? If values doesn't change, it's called what? Yes, intensive property. നോക്കണേ, ഇവിടെ എന്താണ്? യെസ്, ഇറ്റ്സ് കോൾഡ് വാട്ട്? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പം തന്നെ നമുക്ക് മനസ്സിലായി എന്തൊക്കെയാണ് ഇവിടെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. നോക്കിക്കോളെ, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയുടെ 2-3 എക്സാമ്പിൾ ഞാൻ പറയട്ടെ. മാസ് എക്സ്റ്റെൻസീവ് ആണ്, കാരണം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മാറിയപ്പോൾ ഇതിൻ്റെ വാല്യൂസ് മാറി അല്ലേ. മാസ്, വോളിയം, ഇതൊക്കെ എന്താണ്? യെസ്, എക്സ്റ്റെൻസീവ് ആണ്. ഇനി ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആകുമ്പോൾ വാല്യൂസ് ചേഞ്ച് ചെയ്യാത്തത്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മാറിയാലും എന്തില്ല, ഫിസിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ വാല്യൂസ് ചേഞ്ച് ആവുന്നില്ല. ഏതൊക്കെയാണ്? പ്രഷർ, ടെമ്പറേച്ചർ. ഇനി രണ്ടാമതൊരു പോയിന്റ് പറയട്ടെ നിങ്ങളോട്. നിങ്ങൾ റേഷ്യോ ഓഫ് ടു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ബൈ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, എന്തായിരിക്കും എന്നറിയോ? ദാറ്റ് വിൽ ബി ഇൻറ്റൻസീവ് ഇൻ നേച്ചർ. അതായത് ഞാനിപ്പോൾ ഡെൻസിറ്റി പറയുകയാണ്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു വോട്ട്? മാസ് ബൈ വോളിയം അല്ലേ. മാസ് എന്താണ്? എക്സ്റ്റെൻസീവ് ആണ്. വോളിയം എന്താണ്? എക്സ്റ്റെൻസീവ് ആണ്. അപ്പോൾ ഈ ഡെൻസിറ്റി എന്തായിരിക്കും ഇവിടെ? ഇൻറ്റൻസീവ് ആണ്. ഇതിനെ ഞാൻ സിംപിളി പറയട്ടെ, വാട്ടറിൻ്റെ ഡെൻസിറ്റി എത്രയാണ്? 1 gram/cc അല്ലേ. അപ്പോൾ ഞാൻ വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ബക്കറ്റിലാണ് വെള്ളമുള്ളത്, 10 ലിറ്ററിൻ്റെ ഡെൻസിറ്റിയാണ് 1 gram എന്നോ അല്ലെങ്കിൽ 100 ലിറ്ററിൻ്റെ ഡെൻസിറ്റി ആണെന്നോ ഞാൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ എന്താ പറഞ്ഞത്? വാട്ടറിൻ്റെ ഡെൻസിറ്റി എത്രയാണ്? 1 gram/cc, വിച്ച് മീൻസ് ദാറ്റ് ഇതെന്താണ്? ഈ ഡെൻസിറ്റി എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? യെസ്, അപ്പോൾ ഡെൻസിറ്റി എന്താണ്? ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഇതേപോലെ നിങ്ങൾക്ക് വേറെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. അതായത് ലൈക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് അല്ലേ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്? ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് വോട്ട്? റിയാക്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതെന്താണ്? ഇതൊരു എക്സ്റ്റെൻസീവ് ആണ്, ഇതും എന്താണ്? റേഷ്യോ ആണ് അല്ലേ. അപ്പോൾ ഇതെന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഇൻറ്റൻസീവ് ഇൻ നേച്ചർ. ഓക്കെ, ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? നമ്മുടെ ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ്, നമ്മുടെ ബേസ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ്, നമ്മുടെ KW അല്ലേ, KSP, ഇതൊക്കെ എന്താടാ? ഇതൊക്കെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ്. ആൻഡ് ദിസ് ഇസ് വാട്ട്? ദീസ് ആർ ഇൻറ്റൻസീവ് ഇൻ നേച്ചർ. ഓക്കെ, ദീസ് ആർ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഇനി മൂന്നാമതൊരു കാര്യം പറയാം. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി മൂന്നാമതൊരു കാര്യം പറയുകയാണെങ്കിൽ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആർ ആക്ച്വലി അഡിറ്റീവ് ഇൻ നേച്ചർ. അതായത് ഇവിടെ ഇപ്പോൾ 50 kg 50 kg നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ രണ്ടും ആഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഇനീഷ്യൽ എന്ത് കിട്ടും? നമ്മുടെ വാല്യൂ കിട്ടും. 50 + 50 എത്രയായിരിക്കും? 100. അപ്പോൾ 5 ലിറ്റർ എന്ത് കിട്ടും? 10 ലിറ്റർ. പക്ഷേ ഇതേപോലെ നമുക്ക് ടെമ്പറേച്ചറിന് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പറയും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആർ generally additive in nature. While intensive properties are non-additive in nature എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ കാര്യങ്ങളൊക്കെ? യെസ്. ഇനി ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ എനർജി ഇല്ലേ, നമുക്ക് എനർജി ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും അല്ലേ. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് റൊട്ടേഷൻ എനർജി പ്ലസ് വൈബ്രേഷൻ എനർജി എന്നൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എന്തായിരുന്നു? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്തായിരിക്കും? ജനറലി അഡിറ്റീവ് ഇൻ നേച്ചർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓൾ ടൈപ്പ് ഓഫ് എനർജി എന്തായിരിക്കും? യെസ്, ഇവിടെ എന്തായിരിക്കും? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. നോക്കിക്കോളെ,
ഓൾ ടൈപ്പ് ഓഫ് എനർജി, ഓൾ ടൈപ്സ് ഓഫ് എനർജി എന്തായിരിക്കും? എക്സ്റ്റെൻസീവ് ഇൻ നേച്ചർ, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. ഏതൊക്കെ? കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, റൊട്ടേഷൻ എനർജി, വൈബ്രേഷൻ എനർജി, പിന്നെന്താണ്? ഇൻറ്റേർണൽ എനർജി, എൻതാൽപ്പി. എൻതാൽപ്പി ഈസ് വോട്ട്? എ ഫോം ഓഫ് എനർജി തന്നെയാണ്. ഇതൊക്കെ എന്താണ്? യെസ്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. ഇനി ഇതേ സമയം ഞാൻ പറയുകയാണ് കൈനറ്റിക് എനർജി പെർ മോൾ. മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ് അല്ലേ? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. അതേപോലെ കൈനറ്റിക് എനർജി പെർ ഗ്രാം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇത് ആക്ച്വലി എന്താണ്ടാ? റേഷ്യോ ഓഫ് എക്സ്റ്റെൻസീവ് ബൈ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും, വിച്ച് ഇസ് ആക്ച്വലി എന്തായിരിക്കും? ഇൻറ്റൻസീവ് ഇൻ നേച്ചർ ആയിരിക്കും, വിച്ച് ഇസ് ആക്ച്വലി ഇൻറ്റൻസീവ് ഇൻ നേച്ചർ. ഓക്കെ, ഇനി ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയുടെ കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും കേട്ടോ. ഇൻറ്റൻസീവിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയായിരിക്കും? മെൽറ്റിംഗ് പോയിന്റ് അല്ലേ? മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇതൊക്കെ എന്താണടാ? ഇതൊക്കെ എന്താണ്? യെസ്, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്തു നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ നോക്കിക്കോളൂ, വിച്ച് ഈസ് ദി ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി? വിസ്കോസിറ്റി, ഡെൻസിറ്റി, ടെമ്പറേച്ചർ. വിസ്കോസിറ്റി ഒരു ലിക്വിഡിന് എന്തായിരിക്കും? യെസ്, എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുമോ? ഇല്ല. ഡെൻസിറ്റി എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ടെമ്പറേച്ചർ ഇൻറ്റൻസീവ് ആണ്. അപ്പോൾ എന്തായിരിക്കും? യെസ്, ഓൾ ഓഫ് ദി അബവ് ആയിരിക്കും. അടുത്തത്, സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആർ അഡിറ്റീവ് ഇൻ നേച്ചർ. കറക്റ്റ് ആണ്. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആർ നോൺ അഡിറ്റീവ് ഇൻ നേച്ചർ. കറക്റ്റ് ആണ്. റേഷ്യോ ഓഫ് 2 എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആർ വാട്ട്? ഇൻറ്റൻസീവ് ഇൻ നേച്ചർ. ഇനി ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്തു തരരുത് കേട്ടോ. ഇൻറ്റൻസീവ് ബൈ ഇൻറ്റൻസീവ് അങ്ങനെ ഒരു റിലേഷൻ ഒന്നും ഇല്ല കേട്ടോ. ഇൻറ്റൻസീവ് ബൈ ഇൻറ്റൻസീവ് എന്താണ്? എക്സ്റ്റെൻസീവ് ആണോ ഇൻറ്റൻസീവ് ആണോ എന്നുള്ള ഒരു റിലേഷൻ ഒന്നുമില്ല. ജസ്റ്റ് മനസ്സിലാക്കുക എന്താണ്? റേഷ്യോ ഓഫ് 2 എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആർ വാട്ട്? ഇൻറ്റൻസീവ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? ഓൾ ആർ കറക്റ്റ്. ഓൾറൈറ്റ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദി എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി? നിൽക്കുള്ളൂ. എൻതാൽപ്പി ആദ്യം തന്നെ, പ്രഷർ നോക്കാം. പ്രഷർ എന്താണ്? ഇൻറ്റൻസീവ് ആണ് അല്ലേ? ഇൻറ്റൻസീവ് ആണ്. പി എച്ച് ഓഫ് സൊല്യൂഷൻ എന്താണ്? ഇപ്പോൾ വാട്ടറിൻ്റെ പി എച്ച് എത്രയാണ്? നമ്മൾ 7 ആണ് എടുക്കുക അല്ലേ? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യോ? ഇല്ല. ഇൻറ്റൻസീവ് ആയിരിക്കും. ഇൻറ്റേർണൽ എനർജി പെർ മോൾ. ഇൻറ്റേർണൽ എനർജിയാണ് അല്ലേ? എനർജി പെർ മോൾ. ഓക്കെ, എക്സ്റ്റെൻസീവ് ബൈ എക്സ്റ്റെൻസീവ് എന്തായിരിക്കും? എഗെയിൻ ഇൻറ്റൻസീവ് ആയിരിക്കും. എൻതാൽപ്പി ഈസ് വാട്ട്? എ ഫോം ഓഫ് എനർജി. നമ്മളിപ്പോൾ കാണും കേട്ടോ. എൻതാൽപ്പിയെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം. എൻതാൽപ്പി തന്നെയാണ് ഈ ചാപ്റ്റർ. അപ്പോൾ ഇതെന്തായിരിക്കും? ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി ആൻഡ് എനർജി ഈസ് വാട്ട്? എക്സ്റ്റെൻസീവ് ഇൻ നേച്ചർ. ക്ലിയർ ആണല്ലോ? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്.